ഈ ഒരു മരം ഇതൊക്കെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടാവുന്ന നമുക്ക് മണ്ണ് കുഴിക്കാൻ വരുന്ന മെഷീൻ, മണ്ണ് കുഴിക്കാൻ വരുന്ന വെറൈറ്റി. മഴക്കാലത്തൊക്കെ ചളിയൊക്കെ കളയാൻ 3000 രൂപ ഒരു കാർ വാഷ് നമ്മുടെ ഫാൽക്കൺ. ഇതൊരു വെറൈറ്റി മെഷീൻ കേട്ടോ, നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാം ക്ലീനായി ഇതിന്റെ കൂടെ ഉണ്ട്. എന്റെ നോക്കി കണ്ട ക്ലീനർ. ഇതൊരു വെറൈറ്റി മെഷീൻ കേട്ടോ. നമുക്ക് നിലം നമുക്ക് അടിപൊളി സെറ്റാക്കി പൂശാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപയുടെ സമ്മാനമാണ് നമ്മുടെ ഫാൽക്കൺ ടൂൾസ് മാർട്ട് നിങ്ങൾക്ക് മലയാളികൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. തേപ്പ് പണിക്കാരൊക്കെ ഒരു ദിവസം ചെയ്ത പണി ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാം. ജസ്റ്റ് നോക്കിക്കോട്ടെ, ചെറിയ ബഡ്ജറ്റ് ലെവലിലാണ് നമുക്ക് ഹൈ പ്രഷർ ഗ്രൗട്ടിംഗ് മെഷീൻ കിട്ടുന്നത് കേട്ടോ. സംഭവം കൊള്ളാം, നല്ല പവറുണ്ട്. 4500 രൂപ ഒരു ബ്രഷ് കട്ട്, 4500 സ്റ്റാർട്ടിംഗ് ഒരു നല്ല ബ്രഷ് കട്ട് ഉണ്ട്. 600 രൂപ നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2900. അതായത് 2900 രൂപ മുതൽ നമുക്ക് അടിപൊളി എന്താ പറയുക ഡെമോളിഷ് ഹാമറിനൊക്കെ പല പല ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട്. എത്ര സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്? 2700 രൂപ നമുക്ക് അടിപൊളി. കോയമ്പത്തൂർ കിട്ടുന്ന അതേ റേറ്റിന് ടൂൾസ്, പവർ ടൂൾസ്, മെഷീൻസ് നമ്മളെ പാലക്കാട് കിട്ടും 1200 രൂപ നമുക്ക് അടിപൊളി മാർബിൾ കട്ടർ കിട്ടും. എന്താ കാറ്റ് കംപ്രസർ, പുതിയ മോഡൽ കംപ്രസർ. ഇത് എന്താ അതിന്റെ പ്രത്യേകത? ബാറ്ററി ഡ്രില്ല്. എത്ര റേറ്റ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ്? 1000 രൂപ വരെ നമുക്ക് അടിപൊളി എന്താ കോഡ്ലെസിന്റെ നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ. 10 ദിവസം കൊണ്ട് തീർക്കുന്ന പണി, വീടിന്റെ പെയിന്റ് പണിയൊക്കെ ഒരു ദിവസം കൊണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ലേബർ കോസ്റ്റ് തന്നെ ശരിക്കും പകുതിയാക്കാം. ഫസ്റ്റ് പ്രൈസ് എന്താണ്? കംപ്രസർ, കാർ വാഷർ, കട്ട് ഓഫ് മെഷീൻ, ബ്രഷ് കട്ടർ, ചെയിൻസ്, വെൽഡിംഗ് മെഷീൻ, ഡ്രില്ല്, ബാറ്ററി ഡ്രില്ല്, അത് കുറെ ഉണ്ട്. ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പവർ ടൂൾസ് ഡീലേഴ്സ് ആയ നമ്മുടെ ഫാൽക്കൺ ടൂൾസ് മാർട്ട്. അതായത് എല്ലാവർക്കും നമസ്കാരം. ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇപ്പോൾ ഉള്ള വെച്ചാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ നമ്മുടെ മഞ്ഞക്കുളം പള്ളിയുടെ സൈഡിലുള്ള ഫാൽക്കൺ ടൂൾസ് മാർട്ട് കേട്ടോ. ഞാൻ 2-2.5 കൊല്ലം മുമ്പ് നമ്മളെ കോയമ്പത്തൂർ ഉക്കടമാട്ടില് നമ്മളെ ഫാൽക്കൺ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് വമ്പ വെച്ചാൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ പവർ ടൂൾസ് ആൻഡ് മെഷീനറി ഡീലറാണ് നമ്മുടെ ഫാൽക്കൺ. അവർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇപ്പൊ നമ്മളെ പാലക്കാട് ഒരു അടിപൊളി 2 ബ്രാഞ്ച്, 2 ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് 1.5 റേറ്റില് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും വിലക്കുറവില് പവർ ടൂൾസും ഒരുപാട് മെഷീനേഴ്സും എന്റെ കയ്യിൽ കാണുന്ന ഈ മെഷീനൊക്കെ ഉണ്ടോ. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു ചെയ്ത് ഒരുപാട് ഇന്നോവേറ്റീവ്, ആരും കാണാത്ത കൺസ്ട്രക്ഷൻ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന 1.5 മെഷീൻസ് നമുക്ക് ഇവിടെ കാണാനുണ്ട്. അതായത് അത് കൂടാതെ ഇവിടെ വമ്പൻ ഓഫർ നടക്കുന്നുണ്ടോ. അതായത് ടൂൾസ് ഇവിടുന്ന് 10,000 രൂപ ടൂൾസ് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അതായത് 5 ലക്ഷം രൂപയുടെ സമ്മാനം നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഒരുപാട് ടൂൾസും ഒരുപാട് മെഷീൻസും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും വിലക്കുറവ് നിങ്ങൾക്ക് ടൂൾസ് വാങ്ങിക്കാൻ പറ്റും. അതായത് വീട് പണി നടക്കുന്ന ആൾക്കാർക്കും കൺസ്ട്രക്ഷൻ പണി നടത്തുന്ന ആൾക്കാർക്കെല്ലാം ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പവർ ടൂൾസ് ഡീലേഴ്സ് ആയ നമ്മുടെ ഫാൽക്കൺ ടൂൾസ് മാർട്ട്. അതായത് ഉക്കട മാർക്കറ്റിൽ നമ്മുടെ ഈ ഷോപ്പ്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഷോപ്പിനുള്ളിൽ ശരിക്കും കാണിച്ചു നോക്കിയാൽ അതായത് ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ ബ്രാൻഡ് ടൂൾസും ബാക്കി ആക്സസറീസ് ഒക്കെ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന സ്ഥാപനമാണ് നമ്മുടെ ഫാൽക്കൺ ടൂൾസ് മാർട്ട്. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഷിയാബായി എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കുന്നല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ 2 വർഷം മുമ്പ് ഇവിടെ വന്നൊരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇന്നിപ്പോ 2 വർഷം കൊണ്ട് ഫുൾ ടൂൾസ് മൾട്ടി ബ്രാൻഡ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ബ്രാൻഡും ചെയ്തു. 3 നിലകളിലായിട്ട് സംഭവം കളറായിട്ടുണ്ടല്ലോ. കസ്റ്റമറുടെ ചോയ്സ് ആണ് ഇവിടെ. ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാ ബ്രാൻഡും കാണാം. എല്ലാ ബ്രാൻഡും മൾട്ടി ബ്രാൻഡ് ഡയറക്റ്റ് നമുക്ക് നോക്കി എടുക്കാൻ പറ്റും അല്ലെ. ശരിക്കും വെച്ചാൽ സൂപ്പർ മാർക്കറ്റ് തന്നെ. അതായത് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയൊരു പവർ ടൂൾ സൂപ്പർ, അത് ഹോൾസെയിൽ വിലയിൽ. അതുകൂടാതെ നിങ്ങൾ പാലക്കാട് ഒരു ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുണ്ടോ? ഇപ്പൊ ഈ വീഡിയോയുടെ കോൺസെപ്റ്റ് മെയിൻ ആയിട്ട് എടുക്കാൻ പാലക്കാടാണ്. അവിടെ എന്താ പറഞ്ഞാൽ 1 ഇയർ ആനിവേഴ്സറി അവിടെ. 1 വർഷമായി എന്തായാലും ഓഫർ നടക്കുന്നുണ്ട്. ഓഫർ, കോംബോ ഓഫർ, സ്പെഷ്യൽ ഓഫർ, കൂപ്പൺ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ പോയി കണ്ടോക്കാം അല്ലെ. പാലക്കാട് പോയിട്ട് ബാക്കി വിശേഷങ്ങളാണ് നമുക്ക് പാലക്കാട് പോയി കാണാം. അത് ഇവിടെ കിട്ടുന്ന സെയിം സാധനം അവിടെയും കിട്ടും. എല്ലാ ഓഫറും അവിടെ കിട്ടും. ബാക്കി വിശേഷം നമുക്ക് പാലക്കാട് വെച്ച് കാണാം.
അപ്പൊ ഷിയാവുക നമ്മൾ ഏകദേശം നമ്മൾ കോയമ്പത്തൂർ 1 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. ഇത് പാലക്കാട് KSRTC ജംഗ്ഷൻ അല്ലേ? ഫസ്റ്റ് റൗണ്ട് പോട്ടെ. നമുക്ക് ഇത് എങ്ങോട്ടേ പോകേണ്ടത്? റൈറ്റിലേക്ക്, അതായത് നമ്മുടെ ടൗൺ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി അല്ലേ? ടൗൺ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ശരിക്കും ലൊക്കേഷൻ ഇവിടെ മഞ്ഞക്കുളം പള്ളി റോഡ്. ഈ റോഡാ പോട്ടെ അല്ലേ? അതാ നമ്മൾ TB റോഡ്, SBIന്റെ ഒക്കെ ആ ഒരു റോഡ് അല്ലേ? ഇവിടുന്ന് അടുത്താണല്ലേ? 200 മീറ്റർ. അപ്പൊ അവിടെയാണ് നമ്മുടെ സ്ഥാപനം, അതായത് നമ്മുടെ ഫാൽക്കണിന്റെ പാലക്കാട് ബ്രാഞ്ച്. ഒരു ബ്രാഞ്ചിലുള്ളൂ. ഇതാണ് ഗണേഷ് സൂപ്പർ മാർക്കറ്റ്. ഇത് ഗണേഷ് സൂപ്പർ മാർക്കറ്റ്, ഫേമസ് ഗണേഷ് സൂപ്പർ മാർക്കറ്റിന്റെ അതിന്റെ അടുത്ത് മഞ്ഞക്കുളം പള്ളി റോഡ്. ഇതാ മഞ്ഞക്കുളം പള്ളി അല്ലേ? ഇതാണ് മഞ്ഞക്കുളം പള്ളി. ഇതാണ് മഞ്ഞക്കുളം പള്ളി. ഇതിന്റെ അടുത്താണല്ലേ സ്ഥാപനം? ശകലം പോയ റൈറ്റ്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ സ്ഥാപനം. അപ്പൊ ലൊക്കേഷൻ ഇവിടത്തേക്ക് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നേരെ ഈ ലൊക്കേഷൻ പിടിച്ചാൽ, അതായത് മഞ്ഞക്കുളം പള്ളി പിടിച്ചാൽ മതി. ഇതൊക്കെ ഷോപ്പ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ലിങ്ക് ഇടില്ല, ഗൂഗിൾ മാപ്പിൽ ഇടാം. അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ഇതാണ് നമ്മുടെ ഷോപ്പിൽ. ഇതാ കേരളീയ ആയുർവേദ സമാജ ഹോസ്പിറ്റൽ. ആ റോട്ടിൽ നിന്ന് ജസ്റ്റ് റൈറ്റ് എടുത്താൽ തന്നെ ഫസ്റ്റ് ഈ ഹോസ്പിറ്റൽ കാണാം. നമ്മളെ ബോർഡെല്ലാം കാണുന്നുണ്ടല്ലോ. ഇത് ഫാൽക്കൺ ടൂൾസ് മാർട്ടിന്റെ ബോർഡൊക്കെ കാണുന്നുണ്ട്. ഇതാ വലിയൊരു അത്യാവശ്യം നല്ല സെറ്റപ്പ് ആണല്ലേ? ഫുൾ പാർക്കിംഗ്, അത്യാവശ്യം നല്ല വൈബ് സ്ഥലമാണ്. ബാക്കി നമുക്ക് ഉള്ളിൽ ഫസ്റ്റ് ആനിവേഴ്സറിന്റെ ബോർഡൊക്കെ കണ്ടിട്ടുണ്ട്. ബാക്കി ഉള്ളിൽ പോയി കണ്ടോ കേട്ടാ. അപ്പൊ നമ്മള് കോയമ്പത്തൂർ അടിപൊളി ഒരു മഴ വൈബ്, സത്യത്തിൽ നല്ല കാർമേങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ഷിയാബ്ക്ക് നമ്മൾ ഇക്കി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഷിയാബ്ക്ക, അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥാപനം അല്ലേ? ഒരു കാര്യം പറയാൻ നമ്മള് സത്യം പറഞ്ഞ മലയാളികൾ ഞെട്ടാൻ പോവാണ്. അതായത് നമ്മൾ ഇത്രയും ഒരു എന്താ പറയാ ഫാൽക്കൺ ടൂൾസ് മാർട്ട് 1ാം വാർഷികം പ്രമാണിച്ചിട്ട് എന്തൊക്കെയോ സംഭവം നടക്കുന്നില്ലേ? എന്താണ് ഞാൻ ജസ്റ്റ് കാണുന്നു നോക്കിയാ. ഇതാണ് ഫാൽക്കൺ ടൂൾസ് മാർട്ടിന്റെ ഒരു ഫസ്റ്റ് ആനിവേഴ്സറിന്റെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ഷിയാബ്ക്ക് എന്താ ശരിക്കും സംഭവം? ഇത് നമുക്ക് ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി അല്ലേ, കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കാൻ, അതായത് ഫുൾ ഓഫർ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് പ്രൈസ് വരെ മെൻഷൻ ചെയ്തു. സമ്മാനം, അതായത് ജസ്റ്റ് നോക്കിക്കോട്ടെ നോക്കിയാ. ഇത് 1ാം സമ്മാനം കാർ വാഷും കുറെ ലിസ്റ്റ് കാണുന്നുണ്ട്. 2ാം സമ്മാനം കാണുന്നുണ്ട്. 5 സമ്മാനം കാണുന്നുണ്ട്. 5 കൂടാണ്ട് വേറെ കുറച്ച് ഫസ്റ്റ് പ്രൈസ് എന്താണ്? ഫസ്റ്റ് പ്രൈസ് കംപ്രസർ, കാർ വാഷർ, കട്ട് ഓഫ് മെഷീൻ, ബ്രഷ് കട്ടർ, ചെയിൻസ്, വെൽഡിംഗ് മെഷീൻ, ഡ്രില്ല്, ബാറ്ററി ഡ്രില്ല്, അത് കുറെ ഉണ്ട്. ജസ്റ്റ് നോക്കിക്കോട്ടെ. അതായത് 1ാം സമ്മാനം എന്ന് പറയുന്നത് ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ. എത്ര ലക്ഷം രൂപ സമ്മാനം ഉണ്ട്? ഇത് ആക്ച്വലി 5 ലക്ഷം. 5 ലക്ഷം. 5 ലക്ഷം രൂപയുടെ സമ്മാനമാണ് നമ്മുടെ ഫാൽക്കൺ ടൂൾസ് മാർട്ട് നിങ്ങൾക്ക് മലയാളികൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. ശരിക്കും നിങ്ങൾക്ക് വട്ടാണ് ഇത് സമ്മാനം കൊടുക്കാൻ. ഓൾറെഡി കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്, അവരെ കൊണ്ടാണ് ഇവിടെ വരാൻ കാരണം. അത് നമ്മുടെ സെറ്റാവാൻ കാരണം. അതായത് മലയാളികളുടെ സ്നേഹത്തിന് തിരിച്ചൊരു സമ്മാനം നൽകാൻ വേണ്ടി പോകുന്നത് 5 ലക്ഷം രൂപയുടെ വെറും 1 ലക്ഷമല്ല, 2 ലക്ഷമല്ല, 5 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. അത് പവർ ടൂൾസ്. അപ്പൊ നമ്മുടെ ഫാൽക്കൺ ടൂൾസ് മാർട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ലൊക്കേഷന്റെ കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ മാപ്പിൽ ലിങ്ക് ചെയ്യാത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് കണ്ട പിന്നെ ഇതാ ഫാൽക്കൺ ടൂൾസ് മാർട്ട് സമ്മാനം. ഇതെന്തായാലും യൂട്ടിലൈസ് നോക്കട്ടാ. ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഉണ്ടല്ലോ 100 കണക്കിന് 1000 പീസ് സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ശരിയാക്കാം, നമ്മളെ കോയമ്പത്തൂർ കിട്ടുന്ന അതേ റേറ്റിന് സാധനം കിട്ടും. സെയിം പ്രൈസ് മാറ്റങ്ങൾ, എല്ലാ സാധനം കിട്ടും. എല്ലാ സാധനം അത് കൂടാണ്ട് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് നമുക്ക് ലാസ്റ്റ് കാണാം. അതാണ് നമ്മുടെ കോയമ്പത്തൂർ കിട്ടുന്ന അതേ റേറ്റിന് ടൂൾസ്, പവർ ടൂൾസ്, മെഷീനേഴ്സ് നമ്മളെ പാലക്കാടും കിട്ടും. നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? എന്തൊക്കെ ഐറ്റംസ് കാണാനുണ്ട്? ഗ്രൈൻഡേഴ്സ്, ആംഗിൾ ഗ്രൈൻഡേഴ്സിന്റെ ഒക്കെ പെട്ട് ലോഡ്. ഇത് കുറെ കാണുന്നുണ്ട്. എത്ര ബ്രാൻഡ് ഉണ്ട്? ഏകദേശം 30 ബ്രാൻഡ്. അതായത് 30ഓളം ബ്രാൻഡിലാണ് നമുക്ക് ആംഗിൾ ഗ്രൈൻഡറിലൂടെ ലോഡ് കണക്കിന് സാധനം കാണുന്നുണ്ട്. ഇത് ഇഷ്ടം പോലിട്ടല്ലേ? കസ്റ്റമർ ചോയ്സ് ആണ്. ചില കസ്റ്റമർ ചില മോഡലിൽ ഇഷ്ടപ്പെടും. ഓരോ ബ്രാൻഡ് ഇപ്പൊ ഏത് ബ്രാൻഡ് വേണം നോക്കിയെടുക്കാം. ശരിക്കും സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പോലെ തന്നെ. അതായതല്ല ഒരു ടെൻഷൻ വേണ്ട. നിങ്ങളെ ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഏത് സാധനം വേണോ അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയെടുക്കാൻ പറ്റും. ശരിക്കും പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഈ 500 രൂപയ്ക്ക് ആംഗിൾ ഗ്രൈൻഡർ മറ്റേതൊക്കെ. അതുപോലെ നിങ്ങളോട് ചെയ്യുന്നുണ്ടോ? അലുമിനിയം കോയിൽ നമ്മൾ കൊടുക്കുന്നത് കോപ്പറിന്റെ. ഇത് ഇതൊക്കെയാണോ? ഇത് ആംഗിൾ ഗ്രൈൻഡർ ആണോ? ഇത് എത്ര സ്റ്റാർട്ട് റേറ്റ്? അതായത് ഇതിന്റെ എത്ര സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നുണ്ട്? എത്ര മുതൽ? അതായത് 850 രൂപ വരെ നമുക്ക് ആംഗിൾ ഗ്രൈൻഡർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എത്ര പീസ് വേണം കിട്ടും? റെഡി സ്റ്റോക്ക് ആണ്. അത് വന്നിട്ട് പിന്നെ തരാന്ന് പറയുന്നില്ല. സ്പോട്ടിന് സാധനം കൊടുക്കും. നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ ആണെങ്കിലോ? ഇത് ഡ്രില്ലിംഗ് മെഷീൻ ആണോ? ഇത് കണ്ടോ കേസ് 10-30 ബ്രാൻഡിന്റെ ഡ്രില്ലിംഗ് മെഷീൻ ഇവിടെയും കാണുന്നുണ്ട്. ഇത് എത്ര സ്റ്റാർട്ടിംഗ് ഏകദേശം വരുന്നുണ്ട്? 600 രൂപ നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 850 രൂപ ആംഗിൾ ഗ്രൈൻഡറും
600 രൂപ വരെ നമുക്ക് അടിപൊളി എന്താ പറയുക ഡ്രില്ല് മെഷീൻ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ മാർബിൾ കട്ടർ കിട്ടോ? ഏതാണ് ഈ താഴത്തെ സെക്ഷൻ മൊത്തം ഈ പെട്ടി കാണുന്ന മൊത്തം മാർബിൾ കട്ടർ കേട്ടോ. അത് ശരിക്കും വെച്ചാൽ അത്രയും ബ്രാൻഡ് ഉണ്ടല്ലേ. കസ്റ്റമർ വന്ന് നോക്കി അവരുടെ പോക്കറ്റിലെ അനുസരിച്ച് ഫോർ എക്സാമ്പിൾ 1000 രൂപ 1000 കിട്ടും, 10,000 കിട്ടും. ബഡ്ജറ്റ് ലെവലില് എത്ര സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നുണ്ട്? 1200 രൂപ വരെ നമുക്ക് അടിപൊളി മാർബിൾ കട്ടർ കിട്ടും. 1200 രൂപ വരെ മാർബിൾ കട്ടർ. അത് ബഡ്ജറ്റ് ലെവൽ സ്റ്റാർട്ടിങ് 4 യൂസ് ചെയ്യാം. പ്രീമിയം ആണെങ്കിൽ പ്രീമിയം എല്ലാം കിട്ടും. ഒറ്റ വില, ആര് വന്നാലും ഒരേ റേറ്റ് തന്നെ, അല്ലാതെ പ്രത്യേകിച്ച് ആർക്കും വ്യത്യാസമൊന്നുമില്ല. അത് വേണമെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാം, അല്ലാതെ നേരിട്ട് വന്നിട്ട് വാങ്ങിക്കാം. അത് നിങ്ങൾ സംഭവം നല്ല കേട്ടോ. കാരണം വെച്ചാൽ ചില ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ 2 or 3 ബ്രാൻഡ് ഉണ്ടാവുമല്ലോ. അത് ഭയങ്കര വികസിപ്പിച്ച് കാണിക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ എന്താ പറയാ പാലക്കാട് നമ്മളെ ഫാൽക്കണിൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് സാധനവും 10-30 ബ്രാൻഡ് ഉണ്ടാവും. അത് ഇവിടെയാണ് കോയമ്പത്തൂർ ആണെങ്കിലും ഒരേ റേഞ്ചിൽ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് എന്താണുള്ളത്? കംപ്രസർ. ഇതിപ്പോ 100 ലിറ്റർ ആണ്, 200 ലിറ്റർ ആണ്. ഇത് 100 ലിറ്ററിന്റെ കംപ്രസർ, ഇത് 200 ലിറ്റർ കംപ്രസർ. ഇതെല്ലായിടത്തും കാണുന്ന സാധനം അല്ലേ? ഈ കപ്പാസിറ്റി ഉണ്ടല്ലോ, ഇത് നമുക്ക് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാം. ഓട്ടോറിക്ഷ പോലെ ഗുഡ്സ് വേണം. ഇതിന്റെ അതേ കപ്പാസിറ്റി ഉള്ളത് ഒരു പോർട്ടബിൾ കാണിച്ചത് പുതിയ. ഇത് കംപ്രസർ ആണോ? ഇത് വെറുതെ പറഞ്ഞു തള്ളാണോ? ഇത് കംപ്രസർ ആണോ? എന്താ കാറ്റ് കംപ്രസർ. പുതിയ മോഡൽ കംപ്രസർ. ഇത് എന്താ അതിന്റെ പ്രത്യേകത? ഈ 100 ലിറ്ററിന്റെ കപ്പാസിറ്റി ഇതിലുണ്ട്. അതായത് ആ 100 ലിറ്ററിന്റെ സെയിം പണി ഈ ചെറിയ മെഷീൻ എടുക്കും. പോർട്ടബിൾ ആണെങ്കിൽ എവിടെയാണ് സൈറ്റിൽ കൊണ്ടുപോകാം, സ്റ്റാപ്ലർ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ ഒരു ചെറിയ മെഷീൻ വരുമ്പോ അത് കച്ചവടമാവുക? അതിപ്പോ പുതിയ ടെക്നോളജി ആണല്ലോ, ഞാൻ കസ്റ്റമർക്ക് എത്തിപ്പിക്കണ്ടേ. അത് നിങ്ങൾക്ക് നഷ്ടല്ലേ? അത് വിഷയമല്ല, കസ്റ്റമർ ഹാപ്പി ആവുക. അതായത് കസ്റ്റമറെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരുപാട് സാധനം കേട്ടോ. അതായത് 100 ലിറ്റർ കപ്പാസിറ്റിയില് കറണ്ടില് ഒരു പ്രശ്നം ആവശ്യമില്ല. ഓയിൽ ഫ്രീ ലെവലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. ഇതിപ്പോ റേറ്റോ? അതിനേക്കാൾ കുറവാണ്. അത് ആ പണി എടുക്കുന്ന എല്ലാ പണിയും എടുക്കും. അതായത് 100 ലിറ്ററിന്റെ കപ്പാസിറ്റി എടുക്കുന്ന എല്ലാ പണിയും ഈ ചെറിയ മെഷീൻ എടുക്കാൻ പറ്റും. അത് നമുക്ക് ബഡ്ജറ്റ് ലെവലിൽ ടെൻഷൻ വേണ്ട. അത് കൊള്ളാട്ടോ. ഇപ്പൊ നമ്മുടെ ഈ മെഷീൻ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് ഇപ്പൊ കാണാനുള്ളത് ബ്ലോവേഴ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനുമ്പ് ഞാൻ വന്നപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് ഇതൊക്കെ ഞാൻ സത്യം എനിക്കും ഒരു ഇതിന്റെ ആവശ്യമുണ്ട്. നമ്മളെ എന്താ പറയാ വയർലെസ് ബാറ്ററി ഡ്രില്ല്. എത്ര റേറ്റ് ഇതിന്റെ സ്റ്റാർട്ടിങ്? 1000 രൂപ വരെ നമുക്ക് അടിപൊളി എന്താ കോഡ്ലെസിന്റെ നമ്മുടെ ഡ്രില്ല് മെഷീൻ. ഇപ്പൊ പറഞ്ഞ എല്ലാ ഐറ്റമും 1 വർഷം സർവീസ് വാറണ്ടി കൊടുക്കും. 1 വർഷം സർവീസ് വാറണ്ടി എല്ലാ ബ്രാൻഡിനും കിട്ടുക കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ബ്രാൻഡും 1 വർഷം കൊടുക്കും. 1 വർഷം സർവീസ് വാറണ്ടി. പിന്നെ വാറണ്ടി എന്ന് പറയുമ്പോൾ ചില മോഡലിനൊക്കെ റീപ്ലേസ്. ഞാൻ ചോദിക്കാൻ ചിലത് റീപ്ലേസ്മെന്റിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സംഭവം ശരിക്കും റീപ്ലേസ്മെന്റ് വാറണ്ടിയിലെ പ്രോഡക്റ്റ് ഉണ്ട്. എല്ലാത്തിനും റീപ്ലേസ്മെന്റ് ഉണ്ടാവില്ല. ചെക്ക് ചെയ്യണം. പക്ഷെ എല്ലാ മെഷീനും 1 ഇയർ സർവീസ് വാറണ്ടി. ഇവിടെ നിന്ന് എടുക്കുന്ന എല്ലാ മെഷീനും 1 വർഷം സർവീസ് വാറണ്ടി നമ്മൾ ഗ്യാരണ്ടി ആണ്. ഫാൽക്കണിന്റെ ഗ്യാരണ്ടി അല്ല, അത് പക്ക അടിപൊളി കേട്ടാ. ഈ കാണുന്ന വിഷയം എന്താണെന്ന് ഇതെല്ലാം കോഡ്ലെസ്സിൽ വരുന്ന മാർബിൾ കട്ടോ. നല്ല 21 വാട്ടിന്റെ എത്ര നല്ല പവർ ഉണ്ടാവുക? സെയിം പവർ ഉണ്ടാവും. ഇതാണെങ്കിലോ ഇതെന്ത് മരം മുറിക്കുന്ന മരം മുറിക്കുന്ന ഒന്നും ആവശ്യമില്ല. മുറിക്കുക. ഫോർ എക്സാമ്പിൾ വീട്ടിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സിമ്പിൾ വീട്ടിൽ മരം മുറിക്കാനും. ഇതൊക്കെ റേറ്റ് വരുന്നുണ്ട് ഏകദേശം ബഡ്ജറ്റ് സ്റ്റാർട്ടിങ് 3200 രൂപ സ്റ്റാർട്ടിങ്. ഒന്ന് വർക്ക് ചെയ്താൽ ജസ്റ്റ് നോക്കിയാൽ 3200 രൂപ 3200 രൂപ വരാതെ വെറും 3200 രൂപ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പൊ ഷിയൊക്കെ നമ്മുടെ ഏകദേശം ആംഗിൾ ഗ്രൈൻഡും മറ്റു സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് ഇപ്പൊ കാണേണ്ടത് കാർ വാഷ്. ഇപ്പൊ ശരിക്കും മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന സാധനം കാർ വാഷ് സ്റ്റാർട്ടിങ് റേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 3000 രൂപ വരെ നമുക്ക് കാർ വാഷ് നമ്മുടെ ഫാൽക്കണിൽ മോട്ടോർ ടൈപ്പ് ശരിക്കും 3000 രൂപ നല്ല ക്വാളിറ്റി സാധനം തന്നെ. അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ഏതാണ് ഈ കാണുന്ന മോഡൽ നമുക്ക് 3000 രൂപ വെറും 3000 രൂപ വരെ നമുക്ക് കാർ വാഷ് സ്റ്റാർട്ടിങ്. അത് എത്ര വരെ പോകും? ഏകദേശം 17,000 വരെ റേഞ്ചില് കമേഴ്ഷ്യൽ ആൾക്കാർ മേലെ വരും അല്ലെ? ആ റേഞ്ചിൽ വരും. അതായത് 3000 രൂപ വരെ 40,000 പേജിലെ പല കാറ്റഗറി പെടുന്ന കാർ വാഷ് നമ്മൾ ഇവിടെ ഉണ്ട്. അതും വരണമെന്നില്ല, പാർസൽ വെച്ച് കൊടുക്കും ഗ്യാരണ്ടി ലെവലില്. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്താണുള്ളത്? ഒരുപാട് മെഷീൻ. ഇതെന്താ സംഭവം? ഇത് കാണുന്നത് ഇത് വാക്യൂം ക്ലീനർ. നമ്മുടെ കാർ വാഷ് സെന്ററിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്യൂം ക്ലീനർ. നല്ല പവറാണോ? ഡ്യുവൽ മോട്ടർ. അതൊരു 2 മോട്ടർ ലെവലിന്റെ സംഭവം യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സംഭവം. അങ്ങനെ ഒരുപാട് മെഷീൻ ഉണ്ട്. അതായത് നമ്മളെ വെൽഡിംഗ് മെഷീൻ, പോർട്ടബിൾ വെൽഡിംഗ് മെഷീൻ ആണ്. അത്ര സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് 2700 രൂപ നമുക്ക് അടിപൊളി യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവം വെൽഡിംഗ് മെഷീൻ. 2700 രൂപ നമുക്ക് വെൽഡിംഗ് മെഷീൻ ഒരുപാട് മോഡൽസ് നമ്മളെ എന്താ പറയാ ഫാൽക്കണിലുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത് ഡെമോളിഷൻ മെഷീൻ. നമ്മൾ ശരിക്കും പാറയല്ല നമ്മുടെ കോൺക്രീറ്റ് കുത്തിപ്പൊളിക്കാൻ എത്ര സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നുണ്ട്? അതല്ല റേറ്റ് നോക്കുകയാണെങ്കിൽ 2900. അതായത്
$1900 മുതൽ നമുക്ക് അടിപൊളി എന്താ പറയുക ഡെമോളിഷ് ഹാമറിനൊക്കെ പല പല ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട്. 5 kg മുതൽ 16 വരെ ഉണ്ടാവും. അത്ര 24 കിട്ടുന്നുണ്ടല്ലേ? ഇത് 24 kg ഒക്കെ ഡെമോളിഷ് ഹാമറൊക്കെ നമുക്ക് ബഡ്ജറ്റ് ലെവലിൽ കിട്ടും അല്ലെ? അതിന്റെ ആക്സറീസ് എല്ലാം ഇതൊക്കെ പെട്ടി, ഇതൊക്കെ നല്ല ബോക്സിൽ ബ്രാൻഡ് ഐറ്റംസ് അല്ലേ? ബ്രാൻഡില് നല്ല ബ്രാൻഡ് ക്വാളിറ്റി ലെവലില്. ശരിക്കും വെച്ചാൽ നമ്മൾ ഈ കോൺക്രീറ്റ് മെഷീൻ കട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമുണ്ട്, അവർക്ക് ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ? അത്യാവശ്യം നല്ല മെഷീൻ പോകുന്നുണ്ടോ? നല്ല മൂവിങ് ഉണ്ട് അല്ലേ? അതിന്റെയൊക്കെ സെക്ഷനാണ്. ബ്രഷ് കട്ടേഴ്സ്, പുല്ല് വെട്ടുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ തന്നെ എന്റെ അടുത്ത് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് സത്യം പല ആൾക്കാരും ജോലിയായിട്ട് ചെയ്യുന്നുണ്ട് അല്ല? നല്ല വരുമാനല്ലേ? അപ്പൊ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് 4000 രൂപ. 4000 രൂപ മുതൽ ബ്രഷ് കട്ടിംഗ് ഉണ്ട്. നമ്മൾ ഒരു എക്സ്പീരിയൻസ് വർക്കിംഗ് ഒക്കെ നമുക്ക് കാണിച്ചു ലാസ്റ്റ് കേട്ടാ. ഇതൊക്കെ ഒരു സെക്ഷൻ ആണല്ലേ? ഇത് സത്യം പറഞ്ഞാൽ എന്തൊക്കെ മെഷീൻ ആയതല്ലേ? പിരിച്ചു വെച്ചിരിക്കുകയാണല്ലേ? ശരിക്കും നമ്മളിപ്പം ഈ കാണുന്ന മെഷീൻസ് എല്ലാം കോയമ്പത്തൂരും കിട്ടും, ഇവിടെയും കിട്ടും ഒരേ വിലക്ക്. പവർ ടൂൾസും അതുപോലെ തന്നെ ആക്സറീസും മെഷീനറീസ് ഒക്കെ കോയമ്പത്തൂർ വിലനെക്കാട്ടി വിലക്കുറവില് നമ്മൾ പാലക്കാട് ഓഫറും ഉണ്ട്. അതായത് നമുക്ക് വിലക്കുറവും ഉണ്ട്, ഓഫറും ഉണ്ട്, സമ്മാനം ഉണ്ട്. ഇതൊക്കെ കാണുന്നത് ആംഗിൾ ഗ്രൈൻഡർ. നമ്മൾ അപ്പുറം കണ്ടതിന്റെ ബാക്കി ഇപ്പുറം പിക്ചർ അപ്പി ബാക്കി ബായ് നോക്കിയാൽ അത്രയും സ്റ്റോക്ക് ഉണ്ടല്ലേ? ഇത് എത്ര സ്റ്റോക്കാ സത്യം? ഞാൻ പല പല ടൂൾ ഷോപ്പിലും പോയി, പക്ഷെ ഇത്രയും സ്റ്റോക്ക് ഒന്നും ഞാൻ എവിടെയും കണ്ടില്ല കേട്ടാ. സ്റ്റോക്ക് വേറെയുണ്ട്, അത് നമുക്ക് കാണിച്ചു അത് ആവശ്യത്തിന് കൊടുക്കാം അല്ലെ? നമുക്ക് ഞാൻ വേറെ ചോദിച്ചോട്ടെ, നമ്മളിപ്പോ നമ്മൾ പുറത്ത് ഫസ്റ്റ് വന്നപ്പോ ഓഫർ ഡേയ്സ് പറഞ്ഞു, അതൊന്നും ഒരിക്കലും വിവരിച്ചിട്ട് പറ്റുമോ? ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ എവറി 10,000 പർച്ചേസ് ഉണ്ട്. അപ്പൊ 10,000 പർച്ചേസിനാകുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നു. അതായത് 10,000 രൂപക്ക് എന്ത് വാങ്ങിച്ചാലും സർപ്രൈസ് ഗിഫ്റ്റ്, അത് ഗ്യാരണ്ടി. അത് കൂടാണ്ട് നമുക്കൊരു കൂപ്പൺ കൊടുക്കും. ഇതാ നമ്മൾ പുറത്ത് കണ്ട സംഭവം. അതായത് ഫാൽക്കൺ ടൂൾസ് മാർട്ടിന്റെ നമ്മൾ ലക്കി ഡ്രോ കൂപ്പൺ ആയത്. ഈ ശരിക്കും എന്താ സംഭവം? ഇതൊരു 10,000 പർച്ചേസ് ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു 10,000 രൂപയുടെ കൂപ്പൺ വാങ്ങിച്ചാലോ, അല്ലെങ്കിൽ ഒരു പർച്ചേസ് ചെയ്താൽ ഒരു കൂപ്പൺ. അപ്പൊ 1 ലക്ഷത്തിന് വാങ്ങിച്ചാലോ, 2 ലക്ഷം വാങ്ങിച്ചാലോ, അതായത് 10,000 രൂപയുടെ ഓരോ പർച്ചേസിനും ഓരോ കൂപ്പൺ തരും. അത് നറുക്കെട്ടെടുത്തിട്ട് 5 ലക്ഷം രൂപയുടെ സമ്മാനം. അത് പവർ ടൂൾസ്, ആക്സറീസ്, എല്ലാവർക്കും ആവശ്യമുള്ള സംഭവം. പറഞ്ഞ പോലെ കംപ്രസർ, കാർ വാഷ്, ചെയിൻസ, അങ്ങനെ ഐറ്റംസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെ. എത്ര നാളിത്? ഇത് 60 ഡേയ്സ്, 60 ദിവസം. ഈ വീഡിയോ റിലീസ് ആയതിനു ശേഷം 60 ദിവസം കൂടി ഓഫർ. അതായത് ഈ വീഡിയോ റിലീസ് ചെയ്തപ്പോൾ 60 ദിവസത്തേക്ക് ഇവിടുന്ന് എന്ത് വാങ്ങിച്ചാലും 10,000 രൂപ വാങ്ങിച്ചാലും നമുക്ക് അടിപൊളി ഒരു കൂപ്പൺ കിട്ടും. ആ കൂപ്പണിന്ന് 5 ലക്ഷം രൂപയുടെ സമ്മാനം, മെഗാ ബമ്പർ പ്രൈസ്. അത് നമ്മുടെ ഫാൽക്കണിന്റെ ഇത് ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി. രണ്ടാം ആനിവേഴ്സറിക്ക് 10 ലക്ഷം കൊടുക്കണം കേട്ടോ. ഒന്നാമത്തെ ആനിവേഴ്സറിക്ക് 5 ലക്ഷം ആണെങ്കിൽ രണ്ടാമത്തെ ആനിവേഴ്സറിക്ക് 10 ലക്ഷത്തിന്റെ സമ്മാനം കൊടുക്കും. കൊടുക്കാനുള്ള കാരണം കസ്റ്റമർ ആണ്. നിങ്ങളുടെ വരവ് കൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും കൊടുക്കുന്നത്. കസ്റ്റമറുകൾക്കുള്ള സ്നേഹ സമ്മാനം. അതായത് നമ്മുടെ ഫാൽക്കണ വളർത്തിയത് മലയാളി കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ മലയാളികൾക്കുള്ള സ്നേഹ സമ്മാനമായിട്ട് 5 ലക്ഷം രൂപയുടെ സമ്മാനം അത് പവർ ടൂൾസ് ആണ് നമ്മൾ നൽകാൻ വേണ്ടി പോകുന്നത് അല്ലെ? നമുക്ക് ഇതിനൊരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തേക്ക് പോയിട്ട് ബാക്കി കുറച്ച് പുറത്തെ മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് കണ്ടോക്കാം നമുക്ക്. അപ്പൊ ശരിയാവുക, നമ്മുടെ ഏകദേശം ഉള്ളിലെ സംഭവം കണ്ടു കഴിഞ്ഞു. ചെറിയ മെഷീൻ എല്ലാം ബഡ്ജറ്റ് ലെവലിൽ. സത്യം ഈ നിങ്ങൾക്ക് ലാഭം ഒന്നും വേണ്ട, ചെറിയ റേറ്റിലാണ് കൊടുക്കുന്നത്. ഹോൾസെയിൽ റേറ്റ്. അതുകൊണ്ടാണ് തമിഴ്നാട് ആൾക്കാർക്ക് വണ്ടി വിളിച്ച് വരുന്നത് അല്ലേ? ഇനി വേണ്ട, നേരെ പാലക്കാടേക്ക് വന്നാൽ മതി. നമ്മൾ ഏകദേശം ഉള്ളിലെ സംഭവം കഴിഞ്ഞു. ഫസ്റ്റ് വന്നപാട് ഞാൻ ഉണ്ടല്ലോ നമ്മുടെ മത്തി ഉണക്കാനായിട്ട് പോലെ ഒരുപാട് മെഷീൻസ് ഉണ്ട്. എന്താ മെഷീൻ ഐറ്റം ചെയ്യുന്നത്? ഇൻഡസ്ട്രിയൽ ടൈപ്പ് ഉള്ളിൽ കണ്ടതൊക്കെ മറ്റേ മിനി ഐറ്റം നമ്മുടെ ഐറ്റംസ് ഒക്കെ. ഇതെന്താ സംഭവം? ഇതെന്താ കാണുന്നത്? നല്ല ഇത് കാർ വാഷ്, പ്രഷർ വാഷ്, ഹൈ പ്രഷർ കാർ വാഷ് അല്ലേ? 5 HP എന്റെ 5 HP നല്ല പവർ ആയിരിക്കും. 5 HP, 3 HP, 2 HP നമുക്ക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഫുൾ ഇൻഡസ്ട്രി ലെവലിൽ. ഇതാണെങ്കിലോ ഇത് അതിന്റെ അടുത്ത മോഡലാണ്, കാർ വാഷിന്റെ തന്നെ. നല്ല രസം കേട്ടോ. ഇത് നമ്മുടെ സർവീസ് സെന്റർ ഒക്കെ യൂസ് ചെയ്യുന്ന മോഡലാണ്. ഇവിടെ ഈ മഞ്ഞ അല്ലെ? ഇത് ഹൈ പ്രഷർ. എത്ര HP? 250 ബാർ വരും, 250 ബാർ വരുന്നുണ്ട്. അത്രയും പവർ ആയിരിക്കും അല്ലെ? ഇൻഡസ്ട്രിയിൽ നിങ്ങളൊക്കെ ഇൻഡസ്ട്രി ലെവലില് കാർ വാഷ് ഒക്കെ ആണെങ്കിൽ ബഡ്ജറ്റ് ലെവലില് റേറ്റ് ഒക്കെ ടെൻഷൻ വേണ്ട. ഹോൾസെയിൽ റേറ്റില്. അത് നമ്മുടെ ഫാൽക്കൺ ടൂൾസ് മാർട്ടില് ഹോൾസെയിൽ ഒരിക്കലും പറയാം, എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യം തന്നെയാണ്. വേറെ എവിടെയും കിട്ടാത്ത റേറ്റില് ഈ റേറ്റിൽ വേറെ കിട്ടില്ല, ഗ്യാരണ്ടി. അത് നിങ്ങൾ ഗ്യാരണ്ടി അതല്ലേ? അത് ശരിക്കും ഉണ്ടല്ലോ ഫാൽക്കൺ ഒരുപാട്. ഇത് ഈ കാണുന്ന ചെറിയ വിഷയം എന്താണ്? ഇതൊരു എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിൻ. എന്തിനു ഉപയോഗിക്കുന്നത്? അഗ്രികൾച്ചർ യൂസിന്, മോട്ടറിന് വേണ്ടിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന ഐറ്റംസ്. ഈ കാണുന്ന വിഷയം സംഭവം തരുന്നത് ഇത് പോർട്ടബിൾ ഗ്രൗട്ടിംഗ് മെഷീൻ ആണ്. എന്തിനു ഉപയോഗിക്കുന്നത്? നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ ലീക്കേജ് വരും, കൺസ്ട്രക്ഷൻ വരുന്ന ലീക്കേജ്, സിമന്റ് ഒക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ, അതേപോലെ എയർ ലോക്ക് ഒക്കെ വരുമ്പോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട്, ഇതൊന്നും ആരും കാണുന്നില്ല. പോർട്ടബിൾ, അത് പ്രഷറെ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒരു സംഭവം കാണാത്തത്, ഇതൊക്കെ 200 ലിറ്ററിന്റെ കപ്പാസിറ്റിയിലെ കംപ്രസറാണ്. ഇത്
കംപ്രസർ 200 ലിറ്റർ ടാങ്ക് ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഓട്ടോയിൽ പിടിച്ച് കയറ്റേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല, ഫുൾ ചെറിയതല്ലേ, അതിന് സെയിം പ്രഷറുള്ള ഒരു കംപ്രസർ. അത് ഓയിലെസ്, എണ്ണ വേണ്ട, നമുക്ക് കറണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഫുള്ളി കറണ്ട്. അത് ശരിക്കും വലിയ കംപ്രസർ ഒക്കെ ആണെങ്കിൽ ഓട്ട പോരാ. ഇത് മിനി ലെവൽ സംഭവം. ജസ്റ്റ് നോക്കിക്കോട്ടെ, കംപ്രസറിന്റെ ഒക്കെ പുതിയ ടെക്നോളജി ലെവലിൽ നല്ല അടിപൊളി OLS കംപ്രസർ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കുഴി എടുക്കുന്നത് കുഴി എടുക്കാൻ സംഭവങ്ങൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ലെവൽ കിട്ടും നമുക്ക്, പക്ക ബഡ്ജറ്റ്. ഈ ഇപ്പുറത്ത് കാണണമെങ്കിലോ സ്പ്രേയർ, നമ്മുടെ ഈ മറ്റേ ചെടിക്ക് കവുങ്ങിനൊക്കെ മരുന്നടിക്കാൻ വേണ്ടിട്ടല്ലേ. ഇത് അത്യാവശ്യം കൃഷിക്കാരൊക്കെ നോക്കി വെച്ചോ, നല്ല അടിപൊളി സ്പ്രേയർ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്താണ് വിഷയ സംഭവം തന്നെ പെയിന്റിംഗ് പണിക്കാർക്ക്. അതായത് പെയിന്റിംഗ് പണിക്കാരൊക്കെ നോക്കി വെച്ചോ, ഒരുപാട് മെഷീൻ ഉണ്ട്. ഇത് ശരിക്കും എന്താ ഐറ്റംസ്? ഏതാ, ഇതാണോ? വലിയ വെർഷൻ, ചെറിയ വെർഷൻ. നമുക്കിപ്പോ 10 ദിവസമൊക്കെ ഒരു പെയിന്റ് വീട് പണിക്ക് നമുക്ക് ഒരു ദിവസം കൊണ്ട് പണി തീർക്കും. അതായത് ഒരു 10 ദിവസം കൊണ്ട് തീർക്കുന്ന പണി, വീടിന്റെ പെയിന്റ് പണിയൊക്കെ ഒരു ദിവസം കൊണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ലേബർ കോസ്റ്റ് തന്നെ ശരിക്കും പകുതിയാക്കാം, അത്ര ലാഭം പിടിക്കാം. ഒരു 10 ലക്ഷം രൂപ ലേബർ കോസ്റ്റ് കൊടുക്കണമെങ്കിൽ ഈ ഒരു മെഷീൻ വാങ്ങിച്ചാൽ 5 ലക്ഷം ആയിക്കോളും, ലാഭമായി. അത് പെയിന്റിംഗ് കോൺട്രാക്ടർക്കൊക്കെ യൂസ് ചെയ്യുന്ന നല്ല അടിപൊളി മെഷീൻ. ഇത് അതിന്റെ ചെറിയ വേർഷൻ ഉണ്ട്, പിന്നെ പോർട്ടബിൾ ഉണ്ട്, ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണല്ലേ. ഇതൊന്നും ഒരു പൾവറൈസർ സംഭവം. പുട്ടി മിക്സർ, അതായത് പുട്ടി മിക്സറാ. ഇതെന്ന പൈപ്പിലാണ് കാണുന്നത്, ഈ ചുവന്ന പൈപ്പ് എന്ന സംഭവം. അതായത് നമുക്ക് പുട്ടി അടിക്കാം, അത് ലേബർ കോസ്റ്റ് ലാഭിക്കാം. അതായത് പുട്ടിപ്പണിക്കാരൊക്കെ നോക്കി വെച്ചോ, മിക്സും ചെയ്യാം, അടിക്കുകയും ചെയ്യാം. 2 in 1, 4 ദിവസം 5 ദിവസം പണിയൊക്കെ ഒരു മണിക്കൂർ മതി, അത്ര മതി. അതായത് ജസ്റ്റ് നോക്കിക്കോട്ടെ, അതായത് ടെക്നോളജി വളരുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സംഭവം അല്ലെ. ഫുൾ നോക്കി ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. മിക്സറോട് കൂടി ഫുള്ള് അത് ഒരേ സമയം 2 വർക്ക്, അത് ഫുൾ ടൈം ഉണ്ടല്ലോ. ഇതിലൂടെ ഇങ്ങനെ പുട്ടി മിക്സ് ആവുന്നുണ്ടാവും, ആ പൈപ്പിലൂടെ നമുക്ക് പുട്ടി അടിക്കുകയും ചെയ്യാം. പെട്ടെന്ന് പണി തീരും, ഒരു മണിക്കൂർ. അതായത് ഒരു വീടിന്റെ പണിയൊക്കെ ഒരു ദിവസം കൊണ്ട് തീർക്കാം, ഹാപ്പി. അതായത് ഇതൊക്കെ ശരിക്കും നോക്കി വെച്ചോട്ടോ, പുട്ടിപ്പണിക്കാരൊക്കെ നോക്കി വെച്ചോ. നമ്മളെ പാലക്കാട് ഫാൽക്കൺ ടൂൾസ് മാർട്ട് വന്നാൽ മതി. സ്പെഷ്യൽ ആയിട്ട് നോർമലി നമ്മുടെ ടേബിൾ സാ മെഷീൻ ആണ്, അലുമിനിയം വുഡ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബ്ലേഡ് വെച്ചിട്ടില്ല, ഇത് ഇങ്ങനെ പൈപ്പ് വരും. ഇതിന്റെ ചെറുതാണിത്, ഇതിന്റെ രണ്ടും കൂടിയിട്ടുള്ളതാ. അത് അലുമിനിയം പണിക്കാരും മരപ്പണിക്കാരൊക്കെ നോക്കി വെച്ചോ. മീറ്റർസോ രണ്ടും കൂടി, അത് നമുക്ക് അളക്കുകയും ചെയ്യാം, മുറിക്കുകയും ചെയ്യാം. ഇത് നല്ല സെറ്റപ്പാണ്. ഇത് ചെറിയ ഐറ്റം, ഇത് ബിഗ് സൈസ്. ഇതൊക്കെ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ അല്ലെ, അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ. ഇതിന്റെ നമുക്ക് എത്ര പീസ് വേണം നമുക്ക് കിട്ടും, എവിടെയും കേരളത്തിൽ എവിടെയും കൊടുക്കാനും പറ്റും, ഗ്യാരണ്ടി, ഉറപ്പ്. ജസ്റ്റ് നോക്കിക്കോട്ടെ, അതായത് അലുമിനിയം പണിക്കാര്, മരപ്പണിക്കാര്, അതുപോലെ തന്നെ പുട്ടി വർക്കേഴ്സ്, പെയിന്റിംഗ് പണിക്കാര്, വെൽഡേഴ്സ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. കൺസ്ട്രക്ഷന്റെയും അങ്ങനെ വേണ്ടുന്ന എല്ലാ ഇൻഡസ്ട്രി ഐറ്റംസും സാധനങ്ങളും ഗ്യാരണ്ടി ലെവലിൽ, അത് ഏറ്റവും ബഡ്ജറ്റിൽ, ഓൺലൈൻ റേറ്റിനെക്കാട്ടും കുറവ്. അതായത് ഓൺലൈൻ റേറ്റിലും കുറവിൽ നമുക്ക് കൺസ്ട്രക്ഷൻ പണിക്കാർക്കൊക്കെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ഫാക്ടറിയിലുണ്ടാവും. റാമ്പർ എന്തിനു ഉപയോഗിക്കുന്നത്? ലെവലാക്കാൻ വേണ്ടി. സാധാരണ മരം കൊണ്ട് പണ്ട് അടിച്ചിട്ടുണ്ടാക്കുന്ന സാധനമാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. റാമ്പർ മെഷീൻ, അത് ഇതൊരു മോഡല്. ജസ്റ്റ് നോക്കിക്കോട്ടെ, ബേസിക്. നമ്മൾ ശരിക്കും ഈ ഒന്നും പറയാം, ക്രിക്കറ്റ് പിച്ചൊക്കെ റെഡിയാക്കി ഇത് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഈ സാധനം അല്ലെ, ക്രിക്കറ്റിന്റെ ഒക്കെ പിച്ച് റെഡിയാക്കുന്നുണ്ട് ഈ മെഷീൻ വെച്ചിട്ട്. അതിന്റെ വലിയ മോഡൽ, ഇത് വേറൊരു മോഡൽ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ മെഷീൻ കാണുന്നുട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതും സംഭവം തേപ്പ് പണിക്ക്, നിലം തേപ്പ് പണിക്കാ ലെവലാക്കുന്ന സാധനം. ഇത് ജസ്റ്റ് നോക്കിക്കോട്ടോ, ഇതൊരു വെറൈറ്റീസ് ആണ്. ജസ്റ്റ് നോക്കിക്കോ, ഇത് കണ്ട, എന്തിനു ഉപയോഗിക്കുന്നത് ശരിക്കും ഫംഗ്ഷൻ. ജസ്റ്റ് നോക്കിക്കോട്ടാ, ഇത് വെച്ചാല് നമ്മളെ നിലം പണിക്കല്ല വേണ്ടിട്ട്. ഇത് ഒന്ന് വർക്ക് ചെയ്ത് നിൽക്കുക. ഇത് ജസ്റ്റ് നോക്കിക്കോട്ടെ, ഈ ഒരു സാധനം നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെ നിലം പണിക്കൽ ഉപയോഗിക്കാൻ പറ്റുന്ന വൈബ്രേറ്റിംഗ് അതിന്റെ എന്താ പറയാ സെറ്റിംഗ് മെഷീൻ ആട്ടോ. ജസ്റ്റ് നമ്മൾ വരുന്നുണ്ട്, അത് കാണിച്ചിട്ട് പറഞ്ഞിട്ടാ. ഇതിന്റെ വർക്കിംഗ് ആണ് ഈ കാണുന്നത്. ജസ്റ്റ് നോക്കിക്കോട്ടാ, നിലംപണിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവം. ഇത് അത് ലെവലാക്കാൻ വേണ്ടിട്ടല്ലേ, സർഫേസിംഗ് ആക്കാൻ വേണ്ടിയിട്ടുള്ള. അതായത് ഒരു 10 മണിക്കാർ ചെയ്ത പണി ഒരു കറണ്ട് ചെയ്യാൻ കഴിയില്ല. അതൊരു ഫോർ എക്സാമ്പിൾ 100 സ്ക്വയർ ഫീറ്റ് റെഡി ആക്കണം തന്നെ ഏകദേശം ഓടിച്ചാൽ മതി. വയർലെസ്, ചെറിയ റേറ്റ് ഉണ്ടാവുമല്ലോ, ചെറിയ പൈസക്ക്. ഈ സാധനം ആരും കണ്ടിട്ടുണ്ടാവില്ല, കാണണമെങ്കിലും വാങ്ങിക്കണമെങ്കിലും
ഫാൽക്കണിലേക്ക് ജസ്റ്റ് വന്നാൽ മതി. നമ്മുടെ ഫാൽക്കൺ ടൂൾസ് ഞാൻ അത്യാവശ്യം ഒരുപാട് പവർ ടൂൾ ഷോപ്പിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഇമ്പാതിരി മെഷീൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ നോക്കാം അടുത്ത മെഷീൻ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇത് സംഭവം അത് ഗ്യാസ് ഓലയും ഫ്ലോർസോ 13 HP കാണുന്നത്. ഇതെന്താ ശരിക്കും ഇതിന്റെ ഉപയോഗം എന്താണ്? നമുക്ക് ഈ ഫ്ലോർ കട്ടിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. എവിടെ ശരിക്കും പർപ്പസ്? കൺസ്ട്രക്ഷൻ ഫീൽഡിലെല്ലാം യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റ് കട്ടിങ്. അതായത് കോൺക്രീറ്റ് കട്ടിങ്ങിന് തള്ളിക്കൊണ്ട് ടയറിലൊക്കെ വെച്ചിട്ടാണ്. ഇതൊന്നും നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇത് സ്പെസിഫിക്കേഷൻ ഞാൻ പറയാം, 12 ഇഞ്ച് തൊട്ട് 18 ഇഞ്ച് വരെ യൂസ്. അത് 18 ഇഞ്ച് വരെ ബ്ലേഡ്, അതായത് 18 ഇഞ്ച് വരെ ബ്ലേഡ് ഇട്ടിട്ട് പെട്രോൾ ആണ് ഇതില്. പെട്രോൾ യൂസ് ചെയ്യുന്ന നമുക്ക് കോൺക്രീറ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന 13 HP ഹൈ പവർ മെഷീൻ. 13 HP എഞ്ചിനാട്ടത്. ഇതൊക്കെ ശരിക്കും ഉണ്ടല്ലോ നമ്മൾ ഈ കോൺക്രീറ്റ് കട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീനാണ്. ഈ കാണുന്ന മഞ്ഞാണെങ്കിലോ ഇത് ജനറേറ്റർ ആണ്. നോർമലി 1357 അങ്ങനെ നോർമൽ ജനറേറ്റർ ലെവൽ. അത് പല ഐറ്റം സൈസിലുണ്ട്, പല അളവ് സംഭവങ്ങൾ കിട്ടാണ്ടല്ലേ. ഇത് നിങ്ങളധികം കണ്ടിട്ടുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ, മാളില്, ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഈ ക്ലീനിങ് ആണല്ലോ ഇത്. ഇതുണ്ട് ബ്രഷ് കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ ഓഡിറ്റോറിയം, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, പിന്നെ അതുപോലെ സ്കൂളുകള് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? അത് ക്ലീനിങ് പർപ്പസിന് വേണ്ടത് നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷൻ ആണ്. റെയിൽവേ സ്റ്റേഷനിൽ വലിയ മെഷീൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ചെറിയ ടൈപ്പ് മെഷീൻ ആട്ടോ. നമുക്ക് തള്ളിക്കൊണ്ട് കിടക്കാം, ഹാപ്പി ആയിട്ട് പണിയെടുക്കാം. അത് 10 ചേച്ചിമാരൊക്കെ ചൂല് കൊണ്ട് അടിച്ചു വരുന്ന പണി ഒറ്റ മണിക്കൂർ തീർക്കാൻ വരുന്ന മെഷീൻസ് ആയത്. ശരിക്കും നല്ല ഇന്നോവേറ്റീവ് മെഷീൻ ആണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മെഷീൻസ് ആണ് അല്ലെ? കൂടുതൽ ഐറ്റംസ് ശരിക്കും പവർ ടൂൾ ഷോപ്പിലേക്ക് ഇതൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ നമ്മളെ ഫാൽക്കൺ പവർ ടൂൾസ് ഉണ്ടല്ലോ, അത്രയും വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടാണ്ട്. ഈ കാണുന്ന എഞ്ചിനാണെങ്കിലോ ഇത് മറ്റേ പെട്രോൾ എഞ്ചിൻ മാത്രമാണ്. ഇത് നമ്മൾ മോട്ടർ റൺ ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു മിനി ടൈപ്പ് അല്ലേ? എഞ്ചിൻ മാത്രമേ 6 HP പവറിന്റെ സാധനം. ഇത് നല്ല അത് ബഡ്ജറ്റ് ലെവലില്, നോ ടെൻഷൻ. അതിന്റെ അടുത്ത് ഇത് പമ്പാണ്, വലിയ ടൈപ്പ് പമ്പ് അല്ലേ? ഇതില് 2-2, 3-3, 4-4 7 HP, 7.5 HP വരുന്ന ഐറ്റം. ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് കൺസ്ട്രക്ഷൻ ഫീൽഡും അതുപോലെ തന്നെ ഹോം ലെവലിൽ എവിടെ അഗ്രികൾച്ചറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കണ്ടത്. ഇത് ഇതാണെങ്കിലോ ഇത് വന്നിട്ട് ഇത് ഒരു പെട്രോളിൽ വരുന്ന വൈബ്രേറ്റർ. നമ്മൾ എന്തിനു ഉപയോഗിക്കുന്ന ഫിക്സ് ആക്കാൻ വേണ്ടിട്ട്, കോൺക്രീറ്റ് ഫിക്സ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വൈബ്രേറ്റർ ആണ്. ഇതൊന്ന് 2000 കിലോ, 2 ടണ്ണാ. 2000 കിലോ, 4000 കിലോ, 5000 കിലോ നമുക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. പാലറ്റ് ട്രക്ക് അല്ലേ? നമ്മൾ ഇതെല്ലാ കൺസ്ട്രക്ഷൻ ഫീൽഡ് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതായത് നമ്മുടെ കോയമ്പത്തൂർ കിട്ടുന്ന അതേ വിലക്ക്, സെയിം പ്രൈസിൽ പാലക്കാടും. കോയമ്പത്തൂർ കിട്ടുന്ന അതേ വിലക്ക് നമുക്ക് അടിപൊളി പവർ ടൂൾസും മെഷീനറീസ് ഒക്കെ നമ്മുടെ പാലക്കാട് ഫാൽക്കൺ ടൂൾ മാർട്ടിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് വിസിറ്റ് ചെയ്താൽ മതി. അതിന് വരാൻ പറ്റുന്ന ആൾക്കാർക്ക് പാർസലുണ്ട്, ഡെലിവറി എവിടെ വേണം ചെയ്ത് കൊടുക്കാൻ പറ്റും, ഗ്യാരണ്ടി അല്ലേ? അപ്പൊ ഷിയാബുക നമ്മളുണ്ടല്ലോ ടൂൾസിന്റെ ഒക്കെ വീഡിയോ ഒരുപാട് മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കാർ വാഷ് സ്റ്റാർട്ടിംഗ് എത്ര പറഞ്ഞത്? 3000 വരെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ കാണിക്കുന്ന 3000 അല്ല, ഇത് ഹൈ പ്രഷർ സാധനമാണ്. ഡയൂരിന്റെ 5 HP സാധനമാണ്. നമ്മളിപ്പോ ജസ്റ്റ് ഉണ്ട് നമ്മൾ ഈ ടാറ്റന്റെ നമ്മളെ എന്താ പറയാ ഹാരിയർ, ജസ്റ്റ് ഇത് ചളിയുണ്ട്. ഇതൊക്കെ നല്ല ചളി, ഇഷ്ടംപോലെ ചളിയുണ്ട്. ഹൈ പ്രഷർ കാർ വാഷിന്റെ പവർ ആണ് നോക്കി. അത്രയും പവർ ലെവല് ചളിയൊക്കെ അടിച്ചേക്കാൻ പറ്റാ. ഹൈ പ്രഷർ കാർ വാഷൊക്കെ 3000 രൂപ വരെ കാർ വാഷ്. മഴക്കാലത്തൊക്കെ ചളിയൊക്കെ കളയാം. 3000 രൂപ വരെ കാർ വാഷ് നമ്മുടെ ഫാൽക്കൺ കിട്ടുന്നില്ല. 3000 രൂപ വരെ അത് അടിപൊളി കാർ വാഷ് എടുത്തില്ല. പക്ക നല്ല പവർ ഉണ്ടല്ലേ? നല്ല പവർ നമുക്ക് ഇൻഡസ്ട്രിയൽ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒരു 3000 രൂപ മുതൽ 10-17 വരെ കിട്ടും നമുക്ക്. കമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ, അങ്ങനെ പല കേസിലുണ്ട്. നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു മെഷീൻ വർക്ക് ചെയ്യാം. അപ്പൊ ഷിയാക്ക് നമ്മൾ അടുത്തതാണ് വേണ്ടി പോകുന്നത്. അത് മണ്ണൊക്കെ കുഴിക്കാൻ പറ്റുന്ന സംഭവം. മണ്ണൊക്കെ കുഴിക്കാൻ ജസ്റ്റ് ഓണാക്കി നമുക്ക് വെറൈറ്റി ഒരു മെഷീൻ ആയത്. നമുക്ക് അഗ്രികൾച്ചർ പർപ്പസിലൊക്കെ മണ്ണൊക്കെ സിമ്പിളായി കുഴിക്കാൻ പറ്റുന്ന അടിപൊളി മെഷീനൊക്കെ. അതിന്റെ പവർ ലെവല് നമുക്ക് സിമ്പിളായി വണ്ടി കുഴിക്കാൻ പറ്റും അല്ലേ? ജസ്റ്റ് ഇതൊക്കെ ബഡ്ജറ്റ് ലെവൽ കിട്ടും അല്ലേ? ബഡ്ജറ്റ് ലെവലിൽ സംഭവം നമ്മൾ പൊളിയായിട്ട് ജസ്റ്റ് നോക്കിക്കോട്ടെ. പക്ക ലെവല് നമുക്ക് മണ്ണ് കുഴിക്കാൻ പറ്റുന്ന മെഷീൻ, മണ്ണ് കുഴിക്കാൻ പറ്റുന്ന വെറൈറ്റി കീഴിലുള്ള മെഷീൻ ഫാൻകളുണ്ട്. ഇത് ബഡ്ജറ്റിൽ കിട്ടുമല്ലോ നമുക്ക്, ബഡ്ജറ്റ് ലെവലില് ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട്. അടുത്തൊരു മെഷീൻ കാണാം. അപ്പൊ ഷിയാവൊക്കെ നമ്മൾ അടുത്ത മെഷീൻ കാണാൻ വേണ്ടി പോകുന്നത് ബാറ്റിൽ മരം മുറിക്കണ വീട്ടാവശ്യത്തിന് ആവശ്യമുള്ള ഒരു ചെറിയ, അത് നമ്മുടെ ഹോം പർപ്പസിലൊക്കെ ഉപയോഗിക്കുന്ന മെഷീൻ. നമുക്ക് ജസ്റ്റ് ഒരു മരം മുറിച്ച് നോക്കണ്ട, നല്ല പവർലെസ് ആണ്. ജസ്റ്റ് നോക്കിക്കോട്ടെ, അതിന്റെ പവറാണ്. ജസ്റ്റ് മുറിച്ച് കഴിഞ്ഞാൽ അത്രയും പവർഫുള്ള് സാധനമാണ്. ഈ ഒരു മരം ഇതൊക്കെ ഒറ്റ വെട്ടിന് 2 തുണ്ടാവുന്ന കിടിലം മെഷീൻ ഇതൊക്കെ നല്ല അടിപൊളി സാധനമാണല്ലേ?
സൂപ്പർ മെഷീൻ. അത് ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നല്ല പവർഫുൾ സാധനം കേട്ടാ. അത് ബാറ്ററി അല്ലേ, ഫുൾ ബാറ്ററി. അത് ഷിയാവൊക്കെ പോകുന്നത് മരം തലയിൽ പോകാത്ത ഭാഗ്യം. അപ്പൊ ഷിയാവൊക്കെ നമ്മൾ അടുത്തതാണ് വേണ്ടി പോകുന്നത്. ബ്രഷ് കട്ടർ സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്രയുണ്ട്? അത് 4500 രൂപ നമുക്ക് ബ്രഷ് കട്ടർ നമ്മളെ ഫാൽക്കൺ ടൂൾസ് മാർട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് ബ്രാൻഡ്സ് കേട്ടോ. സ്റ്റാർട്ടിംഗ് ആണ് 4500 രൂപ. അത് നമുക്ക് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒരു വരുമാന മാർഗമായി മാറ്റാൻ പറ്റുന്ന സാധനമാണ്. അത് 4500 രൂപ നമുക്ക് നല്ല ബ്രഷ് കട്ടർ. പവർഫുള്ള് സാധനമാണ് മക്കളെ. 4500 രൂപ ഒരു ബ്രഷ് കട്ടർ. 4500 സ്റ്റാർട്ടിംഗ് ഒരു നല്ല ബ്രഷ് കട്ടർ ഉണ്ട്. പൊളി സാധനം ഇത്. നല്ല പവർ ഉണ്ടല്ലേ, ജസ്റ്റ് നോക്കിക്കോട്ടോ. നല്ല കേടുകളല്ലേ. നല്ല അത്യാവശ്യം നല്ല പവർ ഉണ്ടല്ലേ. ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടോ? സ്റ്റാർട്ടിംഗ് 4500 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 10-12,000 റേഞ്ച് ഉണ്ട്. ശരിക്കും ഒരു വീട്ടിൽ ഒരു വ്യക്തിക്ക് ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം അല്ലേ ഇത്. മണിക്കൂറിന് 250-300 വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ 4500 ഒരു ബ്രഷ് കട്ടർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഫാൽക്കൺ ടൂൾസ് മാർട്ടിലുണ്ട്. ജസ്റ്റ് വിളിച്ചാൽ മതി അല്ലേ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത മോഡലാണ്. അപ്പൊ ഷിയാബ് നമ്മൾ അടുത്തതാണ് വേണ്ടി പോകുന്നത്. നമ്മൾ ചെയിൻസോ സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്തുന്നുണ്ട്. അത് 4000 രൂപ ഒരു ചെയിൻസോ നമുക്ക് അടിപൊളി ബ്രാൻഡ്, പല ബ്രാൻഡ് സാധനം കിട്ടുന്നുണ്ട്. നമുക്കില്ല 4000 രൂപ നമുക്ക് ജസ്റ്റ് മരം മുട്ടിടാം. 4000 രൂപ മുതലാവും നോക്കിയാൽ എന്റെ മോനെ. 4000 രൂപ അത്രയും 4000 രൂപ പോലെ നമുക്ക് അടിപൊളി ബ്രഷ് കട്ട് എന്താ പറയാ ടെസ്റ്റ് കിട്ടും നമുക്ക്. നല്ല പവർ ഉണ്ടല്ലേ. ഇത് ഒരുപാട് ബ്രാൻഡ് ഉണ്ട്, ഇഷ്ടം പോലെ ബ്രാൻഡ്. ഒരു പീസ് കൂടെ മുറിച്ചാൽ നമുക്ക് ദിവസം നോക്കി നമുക്ക് വെറും 4000 രൂപ നമുക്ക് അടിപൊളി ചെയിൻസോ. ഒരു 4000 സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. 3 സെക്കൻഡോടെ മുറിഞ്ഞല്ലേ. പവർഫുള്ള് സാധനം, പവർഫുള്ള്. ഷിയാവൊക്കെ ഇങ്ങനെ സംഭവം കറങ്ങിക്കൊണ്ടെങ്കിൽ സംഭവം ഇത് തേപ്പുകാർക്കൊരു പണി, തേപ്പ് പണി അല്ലേ. തേപ്പുകാർക്കൊരു സാധനം ഇത്. ഈ ഒരു മെഷീൻ നമുക്ക് മൊത്തം 6 പർപ്പസ്. അതായത് നമുക്ക് ചുമര് ഫിനിഷ് ആക്കാൻ വേണ്ടി സാധനം ഇത്. സ്ലോ സ്പീഡ് ഹൈ സ്പീഡ് കൂടി ഈ ഒരു മെഷീൻ നമുക്ക് 6 പർപ്പസ്. എന്തൊക്കെ പർപ്പസ്? ഇതൊന്ന് തേക്കുന്നത്, അത് കഴിഞ്ഞ പുട്ടി നമുക്ക് സാൻഡ് ചെയ്യില്ല. പുട്ടി സാൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞു പറഞ്ഞാൽ ഫിനിഷ് ആക്കാം. ഫിനിഷ് ആകട്ടെ നമ്മളെ എന്താ പറയാ, നല്ല സാൻഡ് പേപ്പർ. അത് കഴിഞ്ഞാൽ മറ്റേ സ്പോഞ്ചിങ്, സ്മൂത്തനിങ്. അത് കൂടാതെ നമുക്ക് ഇത് പുട്ടി മിക്സും ചെയ്യാം. പുട്ടി മിക്സ്, പെയിന്റ് മിക്സ് എല്ലാം ചെയ്യാൻ പറ്റും അല്ലേ. റിമൂവ് ആക്കിയിട്ട് സെറ്റ് എല്ലാം വരും. അതായത് ഈ ഒരു മെഷീനിലേക്ക് എന്താ ഈ സാധനം ഒരു കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും, സൂട്ട് ആവാൻ പറ്റും. 6 പണി നടക്കും. അത് ശരിക്കും വെച്ചാല് നമ്മളൊരു തേപ്പ് പണിക്കാർക്ക് ഒരു ദിവസം ചെയ്ത പണി 1 മണിക്കൂർ കൊണ്ട് ചെയ്യാം. തേപ്പ് പണിക്കാർക്ക് 8ന്റെ പണിയായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ഒരു ദിവസം ചെയ്യുന്ന പണി മൊത്തം നമുക്ക് 1 മണിക്കൂർ ചെയ്യാൻ പറ്റും. അത് കൊള്ളാട്ടെ, സംഭവം നല്ല പർപ്പസാണ്. ശരിക്കും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പണിയാണ്. തേപ്പുകാർക്ക് 8ന്റെ പണിയാണ്. പക്ഷെ തേപ്പുകാർക്ക് ഉപകാര സംഭവം. അവർക്ക് വാങ്ങിക്കാം, വീടിന്റെ പണിയൊക്കെ പെട്ടെന്ന് തീർക്കാം. ആവശ്യമൊക്കെ നമ്മൾ വേറെന്ത് മെഷീൻ നമുക്ക് വെറൈറ്റി കാണുള്ളത്? റെയിൽവേ സ്റ്റേഷനിൽ മാത്രം കണ്ട ഒരു മെഷീൻ. റെയിൽവേ സ്റ്റേഷനിൽ സൂപ്പർ മാർക്കറ്റിലും കണ്ടിട്ടുണ്ട്. അപ്പൊ അത് മാടുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ എന്താ പർപ്പസ് ശരിക്കും പറഞ്ഞത്? ഡസ്റ്റ് ക്ലീനർ ആണ്. ഡസ്റ്റ് ക്ലീനർ, ഇലക്ട്രിക്കൽ ഒന്നും വേണ്ട. ജസ്റ്റ് ഈ താഴെ കാണുന്ന പല പല പാക്കറ്റുകളും മറ്റൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഉന്തിക്കൊണ്ടെന്നാ മാത്രം നോക്കിയാൽ ഇതൊരു വെറൈറ്റി മെഷീൻ കേട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാം ക്ലീനായി. അതേപോലെ നമ്മൾ കണ്ട എല്ലാ കച്ചറിയും ഇതിന്റെ ഉള്ളിലാക്കിയിട്ടുണ്ടാവും. ഇതെവിടെ വേസ്റ്റ് ഉണ്ടാവുക? ഇതിന്റെ ഉള്ളിലുണ്ട്. എന്റെ നോക്കിയാൽ കണ്ട പക്ക ക്ലീനർ. ശരിക്കും നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ മാളുകള്, ഓഡിറ്റോറിയം, അങ്ങനെ സ്കൂള്, ഇലക്ട്രിക്കലായിരിക്കും. പക്ഷെ ഇത് മാനുവൽ അല്ലേ. ഇതുണ്ട്. ഇത് ഒരു 3 ബ്രഷ് ഇവിടെ ഉണ്ട്, 2 ബ്രഷ് ഇവിടെ ഉണ്ട്, ഒരു കൊട്ടയുണ്ട്. സംഭവം ക്ലീനായി, സിമ്പിൾ ആയിട്ട്. മൊത്തം ഡസ്റ്റ് ഉണ്ടോ? ചെറിയ ബഡ്ജറ്റാണോ? മൊത്തത്തിൽ നമുക്ക് കിട്ടും, എവിടെ വേണം കിട്ടും. ജസ്റ്റ് നോക്കിക്കോട്ടെ. അതിന്റെ ചളി മൊത്തം മണ്ണും മൊത്തം കാര്യങ്ങളൊക്കെ ഇതിലിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഫാൽക്കൺ വിസിറ്റ് ചെയ്യാം അല്ലെ ഫോൺ നമ്പർ വിളിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മളെ ഫാൽക്കൺ ടൂൾസ് മാർട്ടിലെ അടിപൊളി സംഭവം മെഷീനുകളും ഒരുപാട് ടൂൾസും കണ്ടു. അത് കൂടാതെ നമ്മൾ ഈ ഒരു ബമ്പർ ഓഫർ ആരും മിസ് ചെയ്തല്ലേ. അത്രയും കിടിലൻ ഓഫറാണ്. എത്രയും പെട്ടെന്ന് വരിക. അതേപോലെ സമ്മാനം എടുത്തോണ്ട് പോകും. 5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങള് നിങ്ങളെയും കാത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ ഈ കാണുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും. എല്ലാ സർവീസും സപ്പോർട്ടും ചെയ്ത് കൊടുക്കും അല്ലെ. എല്ലാം ബഡ്ജറ്റ് ലെവലിൽ നമ്മൾ വീഡിയോ കാണിച്ച എല്ലാ സാധനവും കൂടി ഉണ്ടാവും. അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപയുടെ സമ്മാനം മാക്സിമം വാങ്ങിക്കാൻ നോക്കുക. എല്ലാവരും നമ്മൾ വെൽക്കം ചെയ്യാണല്ലേ. എല്ലാവരും വെൽക്കം ചെയ്യാണ്. അപ്പൊ നേരെ വന്നോ മക്കളെ. ഫാൽക്കൺ ടൂൾസ് മാർട്ട് പാലക്കാടുണ്ട്, കോയമ്പത്തൂരുണ്ട്. അപ്പൊ അടിച്ചു പൊളിക്കുക. ഓക്കെ, താങ്ക് യു. പോയിക്കോളി.